എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന്. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പേജ് നമ്പർ 35 ആണെന്ന് പറയുന്നത്, ഇക്കണോമിക് ഡിപ്രഷൻ. പീസ് എഫേർട്ട് എന്നാണ് പറഞ്ഞത്. പീസ് എഫേർട്ട് ഒന്നും കൂടി പറയണം. ഓക്കെ, പീസ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കോൺഫറൻസ് ആണ്. പാരീസിൽ 1990 നടന്ന ഒരു കോൺഫറൻസ് ആണ്. വോറിന് ശേഷം ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, ഫസ്റ്റ് വേൾഡ് വാർ നടന്നപ്പോൾ. അപ്പം വിജയിച്ച ആൾക്കാരും ഉണ്ട്, ഒരു പരാജയപ്പെട്ട ആൾക്കാരും ഉണ്ട്. അപ്പോൾ വിജയിച്ച ആൾക്കാരുടെ നേതൃത്വത്തിൽ, അതായത് ബ്രിട്ടനും ഫ്രാൻസും അവരുടെ നേതൃത്വത്തിൽ 1990 പാരീസിൽ വെച്ചിട്ട് ഒരു സമാധാന ചർച്ച എന്ന് പറയും, അത് നടന്നു. അപ്പോൾ അവർ ഒരുപാടധികം ട്രീറ്റീസ് മറ്റുള്ള നേഷനുമായിട്ട് ഒരുപാട് സൈനൊക്കെ ചെയ്തു, ഒരുപാട് സന്ധികളൊക്കെ അല്ലെങ്കിൽ ഒരുപാട് കരാറുകളൊക്കെ ഉണ്ടാക്കി. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കരാറാണ് വേഴ്സായിൽസ് ട്രീറ്റി അല്ലെങ്കിൽ വേഴ്സായി സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒപ്പിട്ടത് ജർമ്മനിയായിട്ടാണ്. ജർമ്മനി യുദ്ധത്തിൽ തോറ്റുപോയി. അപ്പോൾ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ആണ് കേട്ടോ. 1990 ആണ് വേഴ്സായി ട്രീറ്റി വന്നത്. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജയിച്ച ആൾക്കാര് ജർമ്മനിയായിട്ട് ചേർന്ന് ഒരു ട്രീറ്റി, ഒരു സന്ധി ഉണ്ടാക്കി. അതെന്താ പറയുന്നത് വെച്ചാൽ, അക്കോർഡിംഗ് ടു ദിസ് ട്രീറ്റി ജർമ്മൻ കോളനീസ് വെയർ ഡിവൈഡഡ് എമംഗ് ദ വിക്ടോറിയസ് പവർ. ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജയിച്ച ആൾക്കാര് ജർമ്മനിയുടെ കോളനികളെല്ലാം ഡിവൈഡ് ചെയ്തെടുക്കും. അതുപോലെ തന്നെ ജർമ്മനിക്ക് ഒരു വലിയ തുക പിഴയായിട്ട് അടയ്ക്കേണ്ടി വന്നു. ഈ യുദ്ധത്തിനെല്ലാം കാരണം ജർമ്മനിയാണെന്ന് പറഞ്ഞിട്ട് ജർമ്മനിക്ക് ഒരു വലിയ യുദ്ധനഷ്ടം പരിഹാരമായിട്ട് ഒരു വൻ തുക ആർക്ക് കൊടുക്കേണ്ടി വന്നു? യുദ്ധത്തിൽ ജയിച്ച ആൾക്കാരായിട്ടുള്ള ബ്രിട്ടനും ഫ്രാൻസിനും കൊടുക്കേണ്ടതായിട്ട് വന്നു. ആൻഡ് ദ അലൈസ് ഒക്കുപ്പൈഡ് ദ റിച്ച് മൈൻസ് ഓഫ് ജർമ്മനി. അതുപോലെ ജർമ്മനിക്ക് ഒരുപാട് ഖനികൾ ഉണ്ടായിരുന്നു. ഖനികൾ എന്നൊക്കെ പറഞ്ഞ ഈ കൽക്കരി അതുപോലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഖനികൾ ഉണ്ടായിരുന്നു. അതെല്ലാം ആര് പങ്കിട്ടെടുത്തു? ഈ യുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടനും ഫ്രാൻസും പങ്കിട്ടെടുത്തു. എബോവ് ഓൾ, വോർ ഗിൽറ്റ് വാസ് ഓൾസോ ഇമ്പോസ്ഡ് ഇൻ ജർമ്മനി ആൻഡ് വാസ് ഡിസാംഡ്. അതുപോലെ തന്നെ എല്ലാ കാരണം, യുദ്ധത്തിന്റെ കാരണം മൊത്തം ജർമ്മനിയാണെന്ന് പറഞ്ഞിട്ട് ജർമ്മനിക്ക് ആ യുദ്ധക്കുറ്റം ജർമ്മനിക്ക് മേലെ ചുമത്തുകയും ജർമ്മനിയെ നിരായുധീകരിക്കുക, അതായത് ഇനി ഒരു തരത്തിലുള്ള വെപ്പൻസോ അല്ലെങ്കിൽ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല, അങ്ങനെ നിരായുധീകരിക്കുകയും ചെയ്തു. അതിനെയാണ് നമ്മൾ ഈ വേഴ്സായി ട്രീറ്റി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ ബിബിനെ? അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഇപ്പൊ എനിക്ക് സംശയം, കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പീസ് എഫേർട്സ് പറഞ്ഞായിരുന്നോ? ആര്യ, ആര്യ കയറിയിട്ടുണ്ട്. അച്ചു, അമീഷ, ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. പറഞ്ഞില്ല. ഓക്കെ, സോറി കേട്ടോ. ഞാൻ ശരിയാണ്, ഞാൻ ഇവിടെ വരെ പറഞ്ഞുള്ളൂ. ആഫ്റ്റർ മാത്ത് ഓഫ് ദ വാർ വരെ പറഞ്ഞുള്ളൂ. പീസ് എഫേർട്സ് ഞാൻ പറഞ്ഞില്ല. ശരിയാണ്, അത് നിങ്ങളുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ച ട്രിക്കാണ്. ഞാൻ ശരിക്കും മറന്നുപോയതാണ് കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായോ? പീസ് എഫേർട്സ് എന്ന് പറഞ്ഞ ഒന്നുമില്ല. 1990 പാരീസിൽ ഒരു സമാധാന ചർച്ചയുണ്ടാക്കി. ആരുടെ നേതൃത്വത്തിൽ? യുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ. അവരുടെ ലക്ഷ്യം അവർ ചെയ്ത കാര്യം, പല രാജ്യങ്ങളുമായിട്ട് അവർ ഒരുപാട് തരത്തിലുള്ള കരാറുകൾ ഉണ്ടാക്കി. അവരാണല്ലോ യുദ്ധത്തിൽ വിജയിച്ചത്, അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് കരാറുകൾ ഉണ്ടാക്കി. അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രീറ്റിയാണ് വേഴ്സായിൽസ് ട്രീറ്റി എന്ന് പറഞ്ഞത്. അത് ജർമ്മനിയുമായിട്ട് ഉണ്ടാക്കിയ ഒരു കരാറായിരുന്നു. 1990 അത് ഉണ്ടായത്. ആ ഒരു ട്രീറ്റി പ്രകാരം ജർമ്മനിയുടെ അണ്ടറിലുള്ള എല്ലാ തരത്തിലുള്ള കോളനീസും ആര് പങ്കിട്ടെടുത്തു? യുദ്ധത്തിൽ വിജയിച്ച ബ്രിട്ടനും ഫ്രാൻസും പങ്കിട്ടെടുക്കാനായിട്ട് തീരുമാനിച്ചു. അതുപോലെ തന്നെ ജർമ്മനിക്ക് ഒരു വലിയ തുക നഷ്ടപരിഹാരമായി, യുദ്ധത്തിൽ പരാജയപ്പെട്ടല്ലോ ജർമ്മനി, അതുകൊണ്ട് തന്നെ ഒരു നല്ല തുക യുദ്ധത്തിന്റെ നഷ്ടപരിഹാരമായിട്ട് ആർക്ക് കൊടുക്കേണ്ടി വന്നു? ജർമ്മനിക്ക് കൊടുക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ ജർമ്മനിയുടെ ഖനികളിലെല്ലാം ആരെ പങ്കിട്ടെടുത്തു? ബ്രിട്ടനും ഫ്രാൻസും കൂടി അതെല്ലാം പങ്കിട്ടെടുത്തു. അതുപോലെ തന്നെ നല്ലൊരു തുക ജർമ്മനി പേ ചെയ്യേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറ്റി, നിരായുധീകരണം. ജർമ്മനിക്ക് ഇനിയുള്ള അങ്ങോട്ട് പോകുന്ന യുദ്ധത്തിലൊന്നും ആയുധങ്ങൾ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതുപോലെ യുദ്ധക്കുറ്റവും ജർമ്മനിയിൽ അവരേർപ്പെടുത്തി. അപ്പോൾ ഒരുപാടധികം ബുദ്ധിമുട്ടുകൾ ജർമ്മനിയിലുള്ളവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. കാരണം അവർ യുദ്ധത്തിൽ തോറ്റത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ഈ കണ്ടീഷൻസ് എല്ലാം അവർക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. അതിനെയാണ് വേഴ്സായിൽസ് ട്രീറ്റി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1990 ആ ഡേറ്റ്. നിങ്ങളെല്ലാം അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കുക. അടുത്തതാണ് പേജ് നമ്പർ
35 എടുക്കുക. ഇക്കണോമിക് ഡിപ്രഷൻ അഥവാ സാമ്പത്തിക മാന്ദ്യം. നമ്മൾ ഈ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ടീമാണ് ഇക്കണോമിക് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുമ്പോഴായാലും സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ എന്താണ് ഇക്കണോമിക് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ട് അർത്ഥമാക്കുന്നത് നോക്കാം. ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വാസ് നോട്ട് അഫക്റ്റഡ് ബൈ ദ വോർ. ശരിയാണ്, ഈ യുദ്ധത്തിലൊന്നും ആരുണ്ടായിരുന്നില്ല? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. കൊണ്ട് തന്നെ അവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും യുദ്ധത്തിന്റെ അനുഭവിക്കേണ്ടതായി വന്നിട്ടില്ല. ഹെൻസ് ദ യൂറോപ്യൻ നേഷൻസ് മാനേജ് ടു ഗെറ്റ് ലോൺസ് ഫ്രം USA. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഈ യുദ്ധം ആയതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായി. അവർക്ക് ഒരുപാട് വരുമാനമൊക്കെ കുറഞ്ഞു, കോളനിയിൽ നിന്ന് അവർക്ക് നികുതികൾ കുറഞ്ഞു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിക്കാനായിട്ട് അവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ലോണുകൾ എടുക്കാനായിട്ട് തുടങ്ങി. എന്താ അമേരിക്കയിൽ നിന്ന് ലോണുകൾ എടുക്കാന്നുള്ളത്? കാരണം അമേരിക്കയ്ക്ക് ഇതുവരെ ഒരു പ്രശ്നമില്ല, അവർക്ക് സമ്പത്തിന് പ്രശ്നമില്ല, അല്ലെങ്കിൽ അവർക്ക് വോർ ഒരു തരത്തിലും അവരെ അഫക്റ്റ് ചെയ്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട് തുടങ്ങി. Consequently, American dollar overtook British pound as the basis of foreign exchange holding. അപ്പോൾ എന്താ ചെയ്തേ? അതോടെ ആഗോള വിനിമയത്തിന്റെ അടിസ്ഥാനം ബ്രിട്ടീഷ് പൗണ്ടിന് പകരം അമേരിക്കൻ ഡോളറായിട്ട് മാറി. മനസ്സിലായോ? അതുവരെ നമ്മൾ യൂറോപ്പിലൊക്കെ ഉപയോഗിച്ചിരുന്നത് യൂറോപ്പിലെ കറൻസി തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ ലോകത്തിന്റെ സമ്പദ്ഘടന ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞോടെ നിയന്ത്രിക്കുന്ന ആരായി മാറി? അമേരിക്കയായി മാറി. കാരണം അമേരിക്കയ്ക്ക് യുദ്ധത്തിൽ ഒരു തരത്തിലുള്ള നഷ്ടങ്ങളും ഉണ്ടായില്ല. അതുമാത്രമല്ല, ഇത്രയും വലിയ സമ്പന്നരായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പം പാപ്പരാവാനും തുടങ്ങി. അവര് അമേരിക്കയിൽ നിന്ന് പൈസ എടുക്കാൻ, ലോണായിട്ട് പൈസ വാങ്ങിക്കാനും തുടങ്ങി. അതോടെ അമേരിക്കൻ ഡോളറാണ് ആഗോള വിനിമയത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട്, അല്ലെങ്കിൽ അമേരിക്കൻ ഡോളറാണ് എല്ലായിടത്തും ഫോറിൻ എക്സ്ചേഞ്ചിനായാലും എല്ലാം ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അമേരിക്കൻ ഡോളറിന്റെ മൂല്യം വർദ്ധിക്കാനായിട്ട് തുടങ്ങി. As a result, the United States of America emerged as a new economic power outside Europe. അങ്ങനെ യൂറോപ്പിന് വെളിയിൽ ഒരു പുതിയ സാമ്പത്തിക ശക്തിയായിട്ട് ആര് വന്നു? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക വന്നു. അമേരിക്ക അങ്ങനെ, കാരണം അവരുടെ കറൻസിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ആഗോള വിനിമയത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷ് പൗണ്ടിന് പകരം ഇപ്പൊ അമേരിക്കൻ ഡോളറാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അമേരിക്കയ്ക്ക് എക്കണോമിയിൽ വളരെയധികം ഒരു പിടി വന്നു. അങ്ങനെ അമേരിക്ക ഒരു പുതിയ സാമ്പത്തിക ശക്തിയായിട്ട് യൂറോപ്പിന് വെളിയിൽ എമർജ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് തുടങ്ങി. ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് USA ഡിഡ് നോട്ട് ലാസ്റ്റ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കുറെ കഴിഞ്ഞപ്പോൾ US-ന്റെയും അമേരിക്കയുടെയും എക്കണോമിക് ആ ഒരു സാമ്പത്തിക വളർച്ച കുറേയധികം കാലവും നിലനിന്നില്ല. കാരണം യൂറോപ്യന്മാർ ഇങ്ങനെ കടമെടുത്തോണ്ടിരിക്കുകയല്ലേ. അത് മാത്രമല്ല, ഇപ്പോൾ ഒരു രാജ്യമാകുമ്പോൾ അവർക്കും അവരുടേതായിട്ടുള്ള ചെലവുകൾ കാണും. മറ്റൊരു രാജ്യം ആവശ്യം പോലെ അവിടുന്ന് കടമെടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അവരുടെയും ഈ എക്കണോമിക് പ്രോഗ്രസ് ഒരുപാട് കാലവും നിലനിന്നിരുന്നില്ല. The world was thrown into economic crisis in 1929, which originated in the USA. അപ്പോൾ 1929 സാമ്പത്തിക പ്രതിസന്ധി എവിടെയാണ് തുടങ്ങിയത്? US-ലാണ് തുടങ്ങിയത്, അമേരിക്കയിലാണ് തുടങ്ങിയത്. കാരണം അവർ യൂറോപ്യൻസിന് ലോണും കൊടുക്കുന്നുണ്ട്, അല്ലാതെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അത് കടക്കുകയും 1929 ഒരു എക്കണോമിക് ക്രൈസിസ് ഉണ്ടാവും. അത് ഒറിജിനേറ്റ് ചെയ്ത് എവിടെയാണ്? USA-ലാണ് ഒറിജിനേറ്റ് ചെയ്തത്. ഇനി എന്തൊക്കെയാണ് ആ എക്കണോമിക് ഡിപ്രഷന്റെ ഇമ്പാക്ട്സ് എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ സാമ്പത്തിക മാന്ദ്യം കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്? ഫസ്റ്റ് പോയിന്റ് ആണ്, പീപ്പിൾ ഹു ബിക്കെയിം പോപ്പർ ബിക്കോസ് ഓഫ് ദ വോർ കുഡ് നോട്ട് അഫോർഡ് ദ കമ്മോഡിറ്റീസ്. അപ്പോൾ യുദ്ധം കാരണം പാവപ്പെട്ടവർ അല്ലെങ്കിൽ പാപ്പരായവർ നമ്മൾ പറയും. യുദ്ധം കാരണം പാപ്പരായ ആൾക്കാർക്ക് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കാശില്ല, ഇല്ലേ? പൈസ ഉണ്ടെങ്കിലല്ലേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള പൈസ ഇല്ല. അതുകൊണ്ട് ഒരു തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാനും അവരുടെ നിവൃത്തിയില്ല. ഗുഡ്സ് വെയർ കെപ്റ്റ് അൺസോൾഡ് ഇൻ ഫാക്ടറി. അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഫാക്ടറികൾ ഉണ്ടാക്കിയിരുന്നു. യൂറോപ്പിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ പഠിച്ചപ്പോൾ തന്നെ പറഞ്ഞാണ്, യൂറോപ്യൻ രാജ്യങ്ങൾ കച്ചവടം എന്താ പറയുന്നത്, മാർക്കറ്റിന് വേണ്ടി മത്സരിക്കുകയാണ്. അവരവരുടെ രാജ്യത്തിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ബാക്കിയുള്ളത് കച്ചവട കേന്ദ്രങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് മറ്റുള്ള രാജ്യങ്ങളിലോട്ടൊക്കെ പോവും. അങ്ങനെ ഇഷ്ടംപോലെ ഫാക്ടറികൾ ഉണ്ടായി. പക്ഷേ ഈ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞതോടുകൂടി, അല്ലെങ്കിൽ ഇക്കണോമിക് ഡിപ്രഷൻ വന്നതോടുകൂടി പല സാധനങ്ങളും ഫാക്ടറിയിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണ്. ആരും വാങ്ങുന്നില്ല, ഒരു ഉപയോഗം ഇല്ലാതെ വിൽക്കാതെ കിടക്കുകയാണ്. യൂറോപ്യൻ നേഷൻസ് ഫെയിൽ ടു റീപേ ദെയർ ഡെബ്റ്റ്സ് ടു ദി USA. അപ്പോൾ USA-യിലോട്ട് അമേരിക്കയിൽ നിന്ന് വലിയ കാര്യത്തെ പണം എടുത്ത ആൾക്കാർക്ക് ഇപ്പോൾ തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി. ആർക്ക്? യൂറോപ്യൻസ് അവരുടെ ആ ഒരു അത്രയും മോശമായ ഒരു പരിസ്ഥിതി മറികടക്കാൻ വേണ്ടിയാണ് USA-യിൽ നിന്ന് പൈസയൊക്കെ എടുത്തത്. പക്ഷെ അത് തിരിച്ചടയ്ക്കാനായിട്ട് അവർക്ക് പറ്റിയില്ല. ബാങ്ക്സ് കൊളാപ്സ്ഡ്, ബാങ്കുകളൊക്കെ തകർന്നു. ഇൻഫ്ലേഷൻ ബിക്കം അൺകൺട്രോളബിൾ. അതുപോലെ പണപ്പെരുപ്പം, അതായത് പൈസയ്ക്ക് മൂല്യം കുറയാനായിട്ട് തുടങ്ങി. അങ്ങനെ പണപ്പെരുപ്പം തുടങ്ങി.
അക്യൂട്ട് അൺഎംപ്ലോയ്മെന്റ്, ഇല്ലായ്മയും ദാരിദ്ര്യം ഒക്കെ ഒരുപാട് വർദ്ധിക്കാനായിട്ട് തുടങ്ങി. ഇതെല്ലാം ഇക്കണോമിക് ഡിപ്രഷന്റെ ഇമ്പാക്ട് ആണ് കേട്ടോ. നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇത്രയും പോയിന്റ്സ് എഴുതിയാൽ മതിയാകും. To overcome this crisis, European nations adopted a strategy of imposing heavy tax on the colonies. അപ്പൊ ഇതുവഴി പോയാലും കോളനിയിലുള്ള ആൾക്കാർക്ക് പ്രശ്നമാണ്. കാരണം ഇപ്പോൾ യൂറോപ്യൻ നേഷൻ ഒരുപാട് കടമാണ്, യൂറോപ്യൻ രാജ്യങ്ങൾക്കെല്ലാം പ്രതിസന്ധിയാണ്. അപ്പൊ അവർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കോളനീസ് ഉണ്ടല്ലോ, അവരുടെ കോളനിയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് മേൽ ഇഷ്ടം പോലെ ടാക്സ് കൂട്ടാൻ ഒരുപാട് Therefore, ടീച്ചർ എന്തോ ടീച്ചർ വിട്ടു പോകുന്നുണ്ടല്ലോ എന്തോ പറഞ്ഞു. വിട്ടു പോകുന്നുണ്ടല്ലോ. ഇപ്പോഴോ? ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ മോനെ? ഇപ്പൊ കുഴപ്പമില്ല. നേരത്തെ ടീച്ചർ പറഞ്ഞപ്പോ വിട്ടു പോകുന്നുണ്ടായിരുന്നു. ആണോ? ചില സമയത്ത് നമ്മുടെ സൈഡിൽ നിന്നുള്ള നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഇപ്പം ആനല്ലേ പറഞ്ഞേ, ആൻഡ്രോസ് ഷിജു, ചിലപ്പോൾ മോഡെ സൈഡിൽ നിന്നുള്ള നെറ്റ്വർക്ക് ഇഷ്യൂ കാരണവും കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ എല്ലാരും ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാനും അത് ശ്രദ്ധിക്കാതിരുന്നത്. ചിലപ്പോൾ എന്റെ സൈഡിൽ നിന്നുള്ള ഇഷ്യൂ ആയിരിക്കും. നമ്മൾ ഈ ഗൂഗിൾ മീറ്റ് ക്ലാസ് കേൾക്കുമ്പോൾ കട്ട് ആവുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് എന്റെ സൈഡിൽ നിന്നുള്ള ഇഷ്യൂ ആണ്. അപ്പൊ നിങ്ങൾ അത് ഒന്നെങ്കിൽ ചാറ്റ് ബോക്സിൽ പറയണം, അന്നേരം തന്നെ അല്ലെങ്കിൽ പറയുകയും ചെയ്യണം. അപ്പൊ ഞാൻ ശ്രദ്ധിക്കില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ. ഓക്കേടാ, താങ്ക് യു കേട്ടോ അങ്ങനെ പറഞ്ഞതില്. ഓക്കെ. Therefore, the economic crisis of imperialist nation became a burden to the colonies. അങ്ങനെ കോളനീസിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമായി എങ്ങനെയെങ്കിലും ഈ ഇമ്പീരിയലിസ്റ്റ് നേഷൻസ് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളെ കുറിച്ച് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി ആർക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയായി? അവരുടെ നാട്ടിലെ കോളനീസിന്. കാരണം ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം ആർക്കാ? കോളനിക്കാർക്ക് തന്നെ. അവരുടെ കയ്യിൽ നിന്ന് യൂറോപ്യൻസ് ആവശ്യം പോലെ നികുതി ഇങ്ങനെ വാങ്ങിക്കാനായി തുടങ്ങി. കാരണം അവർക്ക് ഒരുപാട് കടമുണ്ട് യൂറോപ്യൻസിന്. അതൊക്കെ വീട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടേ? അവരുടെ കോളനി തന്നെ ടാക്സ് കൂട്ടുക, അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല. ഇത്രയാണ് ഇക്കണോമിക് ഡിപ്രഷൻ അഥവാ സാമ്പത്തിക മാന്ദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളത് അതിന്റെ കോൺസിക്വൻസസ് ആണ് ഇത്രയും പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ആ ബ്ലാക്ക് തേഴ്സ്ഡേ എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്. ഞാൻ അത് എല്ലാ ക്ലാസ്സിലും ആവശ്യമില്ലാതെ എക്സ്റ്റെൻഡഡ് റീഡിംഗ് കൂടെ പറഞ്ഞു പോയി. അതാന്ന് തോന്നുന്നു എന്റെ സമയം കുറേ അധികം പോയി. കഴിഞ്ഞ ക്ലാസ് കേട്ടിട്ട് നിങ്ങളുടെ അനന്തു സാറിന്റെ അനിയൻ അബിയാണ് എന്നോട് പറഞ്ഞത്, ഇത് ഈ ബോക്സ് കിടക്കുന്ന ഒന്നും പഠിപ്പിക്കേണ്ട ചേച്ചി, ചേച്ചിയുടെ അത്രയും സമയം പോവാണ്. നിങ്ങളും പറഞ്ഞില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് വേണ്ടതായിരിക്കും, പിന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ബോക്സിലൊക്കെ ഉള്ളത് പറയുന്നത്. പക്ഷെ അത്രയും സമയം നമ്മുടെ പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോക്സിലുള്ളത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. കാരണം അത് എക്സാമിനൊന്നും ചോദിക്കാനുള്ള ചാൻസ് ഇല്ല. നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചില ബോക്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ബോക്സ് കളയാതെ പോകുന്നത്. പിന്നെ ഈ വർഷം ഇനി അങ്ങനൊന്നും വരാൻ ചാൻസ് കാണില്ല. ഇപ്പോ ഈ ഒരു പ്രതിസന്ധിയൊക്കെ ആയതുകൊണ്ട് അവര് ക്വസ്റ്റ്യൻസ് കുറച്ച് എളുപ്പമാക്കുമായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോ ഇത്രയും പറഞ്ഞതിൽ സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ആര്യ, അച്ചു, അമലല്ല ബിബിൻ, അഭിഷേക്, അമൽ, ബിബിന്റെ കൂടെയുള്ള ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ? ഓക്കെ. നിതിൻ ജയകുമാറിനെ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടില്ല. ഷാരോൺ, റോയി ആന്റണി, പവിത്ര, അശ്വിനി, ഓരോരുത്തരും പേരെടുത്ത് വിളിക്കുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയാണ്. അപ്പൊ സംശയമൊന്നും ഇല്ലാത്ത ഓക്കെ മോളെ. ഓക്കെ ഓക്കെ. അടുത്തതാണ് ഫാസിസവും നാസിസവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് തന്നെയാണിത്. ആരെങ്കിലുമൊക്കെ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ വായിച്ചിട്ടുണ്ടോ? ആരെങ്കിലും വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ആൻ ഫ്രാങ്കിന്റെ ഡയറി? ജസ്റ്റ് ചുമ്മാ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തോ നിങ്ങൾ. ഇല്ലെങ്കിൽ ഒന്നും ഒരു പ്രശ്നമില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ആരെങ്കിലും അബദ്ധത്തിലെങ്കിലും ആ ഒരു ബുക്ക് കണ്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. അത് വായിച്ചവർക്ക് നാസിസത്തിന്റെ എഫക്റ്റ് നന്നായിട്ട് മനസ്സിലാവും. വായിച്ചിട്ടില്ല? തീർച്ചയായിട്ടും വായിക്കണം മക്കളെ. അതിന്റെ മലയാളം വേർഷൻ ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങളത് വായിച്ചു നോക്കണം. നിങ്ങളുടെ ഒരു 15 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടി എഴുതുന്ന ഒരു കാര്യമാണ്, ഒരു ഡയറിയാണ്. പക്ഷെ അത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാത്തൊരു, എനിക്കാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പ്രായത്തിലാണ് ഞാൻ വായിച്ചത്. 10ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് ഒരു പുസ്തകമേളയിൽ നിന്ന് എനിക്ക് വാങ്ങി തന്നതാണ്. പക്ഷെ എനിക്കത് വായിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമായിരുന്നു. എനിക്ക് അവസാനം കരച്ചിലൊക്കെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അതുപോലത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ വളരെ കുറച്ച് മാത്രം പഠിക്കാനുണ്ടായിരുന്നു. എന്താ ലേബർ ഇന്ത്യയിൽ കണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അത് വായിക്കുക. എങ്ങനെയെങ്കിലും ആ ബുക്ക് കിട്ടുവാണെങ്കിൽ എല്ലാവരും വായിക്കണം. വളരെ നല്ല ബുക്കാണ് കേട്ടോ. മലയാളം വേർഷൻ അവൈലബിൾ ആണ്.
അപ്പോൾ ഫാസിസവും നാസിസവും ആണ്. ടു ദോസ്, ഇപ്പോൾ ഒരു ചാർലി ചാപ്ലിന്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞിട്ട് ഉള്ള മൂവിയിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കാണിക്കുന്നത്. ഇത് കാണിക്കുന്ന ഇത്രയൊന്നും അല്ല. ദിസ് വാസ് ചാർലി ചാപ്ലിൻസ് വ്യൂ ഓൺ ഡിക്റ്റേറ്റർഷിപ്പ് ദാറ്റ് ബിക്കെയിം പ്രിവാലന്റ് ഇൻ സം യൂറോപ്യൻ നേഷൻസ് ആഫ്റ്റർ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ചില രാജ്യങ്ങളിലൊക്കെ സ്വേച്ഛാധിപത്യ ഭരണം ഉണ്ടായി. ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ഒന്നും ഡെമോക്രസിക്കെതിരെ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല, ജനാധിപത്യത്തിനെതിരെ നടക്കുന്ന ആ ഒരു ഇതാണ് ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജനങ്ങളുടെ അഭിപ്രായം ഒന്നും മാനിക്കാതെ ഒരാൾ അങ്ങ് അധികാരത്തിൽ കയറും, അവര് കാണിക്കുന്നതെല്ലാം നമ്മൾ അംഗീകരിച്ചോണം. അപ്പൊ അങ്ങനെ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങളിൽ സ്വേച്ഛാധിപത്യ ഭരണം വരാനായിട്ട് തുടങ്ങി. ജനങ്ങളുടെ അവകാശങ്ങൾക്കോ അല്ലെങ്കിൽ അവർ പറയുന്നതിനോ യാതൊരു ഒന്നും അവർ മാനിക്കില്ല. എന്താണോ താൻ പറയുന്നത്, ഒരാളങ്ങ് അധികാരത്തിൽ കയറും, താൻ എന്താണോ പറയുന്നത് അതെല്ലാവരും അനുസരിക്കണം. അത് തന്നെയാണ് ഈ ഒരു ഡിക്റ്റേറ്റർഷിപ്പിന്റെ. എന്താ ബിബിൻ ഇടയ്ക്കുന്ന മൈക്രോഫോൺ ഞാൻ പറയുന്നത് എന്തോ? ആ ബുക്കിന്റെ പേരില്ലേ? ബുക്കിന്റെ പേര് എന്താണെന്നോ? ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ. അല്ലെങ്കിൽ ആൻ ഫ്രാങ്ക് നിങ്ങൾ ജസ്റ്റ് ഓൺലൈനിൽ നിന്ന് വാങ്ങാനായാലും അല്ലെങ്കിൽ വെറുതെ ആൻ ഫ്രാങ്ക് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം ആ ഒരു ബുക്ക് തന്നെ എടുത്ത് നിങ്ങളുടെ കയ്യിൽ തരും. ലൈബ്രറിയിലൊക്കെ കാണും, വീട്ടിനൊക്കെ അടുത്തുള്ള ലൈബ്രറിയിലൊക്കെ ഉണ്ടെങ്കിലും ആ ബുക്ക് അവൈലബിൾ ആണ്. നല്ല ബുക്കാണ്, ഈ പ്രായത്തിൽ വായിക്കാൻ പറ്റിയ ബുക്കാണ്. അപ്പോ ചാർലി ചാപ്ലിന്റെ ഡിക്റ്റേറ്റർഷിപ്പിനെ പറ്റിയുള്ള ഒരു വ്യൂ ആണ്, ഒരു സിനിമയുടെ കുറച്ച് ഭാഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ചാർലി ചാപ്ലിൻ മൂവിയൊക്കെ കാണുന്നത് നല്ലതായിരിക്കും. അതൊക്കെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഏതോ ഒരു ചാനലിനകത്തും കാണാം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ +2 പഠിക്കുമ്പോൾ കാണുമായിരുന്നു, ഇപ്പം അത് കാണാറില്ല. ചാർലി ചാപ്ലിന്റെ ഒക്കെ സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ചാനൽ വന്നു, എനിക്ക് ചാനലിന്റെ പേര് ഓർമ്മയില്ല. ഓക്കെ, ലെറ്റ്സ് സീ ദ സർക്കംസ്റ്റാൻസസ് വിച്ച് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് സച്ച് ഗവൺമെന്റ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിക്റ്റേറ്റർഷിപ്പ് ഒക്കെ വരാനായിട്ടുള്ള എന്തൊക്കെ കാരണങ്ങളായിരിക്കും അതിലേക്ക് നയിച്ചതെന്ന് നമുക്ക് നോക്കാം. അതിനിടയ്ക്ക് ഒരു ചെറിയ ബോക്സ് ഉണ്ട്, ഫാസിസം എന്ന് പറഞ്ഞിട്ട്. The term fascism is derived from the Latin word fasces, which means a tight bundle of rods with a protruding axe. It was a symbol of collectivism and power in ancient Rome. അപ്പോൾ ഈ ഫാസിസം എന്ന് പറഞ്ഞ ആ ഒരു ടേം ഒരു ലാറ്റിൻ വേർഡാണ്. ഫേസ് എന്ന് പറഞ്ഞ മുഖങ്ങൾ എന്നുള്ള ആ ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് വന്നതാണ് ഫാസിസം എന്ന് പറഞ്ഞ ആ ഒരു ടീമും. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ റോഡ്സ്, ഈ ദണ്ടുകൾ എന്ന് പറയും, അതിങ്ങനെ ഇങ്ങനെ കെട്ടി വെച്ചേക്കും. അതിന്റെ മുകളിൽ ഒരു ആക്സ്, ഒരു കോടാലി ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണിക്കും. അതാണ് ഇതിന്റെ പിക്ചേഴ്സ് ഒന്നും ഇവിടെ ഇല്ല. ഇറ്റ് വാസ് എ സിമ്പിൾ ഓഫ് കളക്റ്റീവിസം ആൻഡ് പവർ ഇൻ ഏൻഷ്യന്റ് റോം. ഏൻഷ്യന്റ് റോമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സിമ്പിൾ എന്ന് പറയുന്ന കൂട്ടായ്മയുടെയും അവരുടെ അധികാരത്തിന്റെ ഒക്കെ ഒരു സിമ്പിൾ ആയിരുന്നു. അപ്പോൾ അവരുടെ ഫാസിസ്റ്റുകളുടെ ഒരു സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ a tight bundle of rods with a protruding axe. ഫാസിസം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ ടേമാണ്. ഫേസ് എന്ന് പറഞ്ഞ വാക്കിൽ നിന്നാണ് അത് വന്നത്. ഓക്കെ, ദ ഫസ്റ്റ് വേൾഡ് വാർ വാസ് ഡിവാസ്റ്റേറ്റഡ് ബോത്ത് ദ അലൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ കുറച്ചധികം ആൾക്കാർ ജയിച്ചു, കുറച്ചധികം ആൾക്കാർ പരാജയപ്പെട്ടു. എങ്കിൽ പോലും ഇതെല്ലാം യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെയാണ് കേട്ടോ. ജയിച്ച ആൾക്കാർ യൂറോപ്യനാണ്, തോറ്റ ആൾക്കാരും യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ രാജ്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു. കുറച്ച് അലൈസ് ഒക്കെ ഫോം ചെയ്തില്ല, നമ്മൾ പഠിച്ചല്ലോ, ട്രിപ്പിൾ അലൈസും ട്രിപ്പിൾ ഓണ്ടോട്ടും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുറച്ച് ആൾക്കാർക്ക് മാത്രമല്ല പ്രശ്നങ്ങൾ. ഈ ഫസ്റ്റ് വേൾഡ് വാർ എല്ലാ തരത്തിലുള്ള രാജ്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മെനി യൂറോപ്യൻ ഗവൺമെന്റ്സ് ലോസ് ദെയർ പവർ. അപ്പോൾ ഒരുപാടധികം യൂറോപ്യൻ ഗവൺമെന്റ്സിന് അല്ലെങ്കിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങൾക്ക് അവരുടെ അധികാരം നഷ്ടപ്പെട്ടു. പീപ്പിൾ വെയർ ഇൻ മിസറി. ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടതായിട്ട് വന്നു. അൺഎംപ്ലോയ്മെന്റ്, പോവേർട്ടി ആൻഡ് ഇൻഫ്ലേഷൻ നോട്ട് ദെയർ എൻറ്റയർ സിസ്റ്റം. അപ്പോൾ തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരാൻ തുടങ്ങി, ദാരിദ്ര്യമുണ്ട്, പണപ്പെരുപ്പമുണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ആകമാനം കുറേയധികം പ്രശ്നങ്ങൾക്ക് ഫസ്റ്റ് വേൾഡ് വാർ വന്നതോടെ ഉണ്ടാക്കാനായിട്ട് പറ്റി. ഫാസിസം ഇൻ ഇറ്റലി ആൻഡ് നാസിസം ഇൻ ജർമ്മനി റോസ് ടു പവർ, ക്യാപിറ്റലൈസിങ് ഓൺ ദി പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ക്യാവേഴ്സ് പ്രിവൈലിംഗ് ദെൻ. അപ്പോൾ അപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആകെ പ്രശ്നങ്ങളാണല്ലോ. അപ്പൊ ആ ഒരു അരാജകത്തെ മുതലെടുത്തുകൊണ്ട്, അതായത് ആർക്കും വേണ്ടാതെ കിടക്കുന്ന ആ ഒരു സമയത്ത് ഫാസിസം എവിടെ വരാനായിട്ട് തുടങ്ങി? ഇറ്റലി. അതൊരു ഐഡിയോളജിയാണ് ഫാസിസം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ എന്താ ഫാസിസം എന്ന്. അപ്പൊ ഫാസിസം എന്ന് പറഞ്ഞ ഐഡിയോളജി ഇറ്റലിയിലും നാസിസം ജർമ്മനിയിലും വരാനായിട്ട് തുടങ്ങി. കാരണം ഈ രണ്ട് സ്ഥലങ്ങളിലും അത്രയധികം അരാജകത്വമാണ്, ആരും നോക്കാനും കാണാനും ഇല്ല, ഗവൺമെന്റിന് പവർ നഷ്ടപ്പെട്ടു. അപ്പോൾ ഈ രണ്ട് ഐഡിയോളജി ഫാസിസം ഇറ്റലിയിലും നാസിസം ജർമ്മനിയിലും വരാനായിട്ട് തുടങ്ങി. ഇക്കണോമിക് ഡിസ്ട്രക്ഷൻ,
Rivalry against the victors, aimlessness, etc. facilitated these forces to grab power. Here are the characteristics of fascism. അപ്പോൾ എന്തൊക്കെ കാരണമാണ് ഈ രണ്ട് ഐഡിയോളജീസ് ഇപ്പം ഇറ്റലിയിലായാലും ജർമ്മനിയിലായാലും ഇങ്ങനെ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നാട്ടിലെ സാമ്പത്തിക തകർച്ച, വിജയിച്ച ആൾക്കാരോടുള്ള ശത്രുത, റൈവൽറി എഗനിസ്റ്റ് വിക്ടേഴ്സ്. റൈവൽറി എന്ന് പറഞ്ഞാൽ ശത്രുത. വിജയിച്ചിപ്പോൾ യുദ്ധത്തിൽ കുറേയധികം രാഷ്ട്രങ്ങൾ വിജയിച്ചില്ല, അപ്പൊ അവരോട് നല്ല ശത്രുതയാണ്. അതുപോലെ ജർമ്മനിയിൽ നിങ്ങൾ അറിയാലോ, ട്രീറ്റി ഓഫ് വേഴ്സൈൽസ് വഴി ജർമ്മനിയെ പങ്കിട്ടെടുക്കുകയും അങ്ങനെ ജർമ്മനിയിൽ ആകെ മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. അതുപോലെ ഒരു ലക്ഷ്യബോധം ഇല്ലായ്മ, ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ രണ്ട് ഐഡിയോളജീസ് വന്നു. ഇറ്റലിയിൽ ഫാസിസവും ജർമ്മനിയിൽ നാസിസം. രണ്ടും ഇപ്പം ജർമ്മനിയിലായാലും ഇറ്റലിയിലായാലും രണ്ട് പേരുണ്ടെന്നേ ഉള്ളൂ. ഏകദേശം ഇവരുടെ പ്രവർത്തനങ്ങളായാലും എല്ലാം സെയിം ആണ് കേട്ടോ. രണ്ട് പേര് വന്നു, പിന്നെ ലീഡേഴ്സും ഡിഫറെന്റ് ആണ്. എങ്കിൽ പോലും ഇവർ ഏകദേശം ഇവരുടെ ചിന്തകളായാലും അതിലെ ഐഡിയോളജീസ് ഒക്കെ ആയാലും ഏകദേശം ഇന്റർ കണക്റ്റഡ് ആണ്, സെയിം ഒക്കെ ആണ്. രണ്ട് ആൾക്കാരും ദുഷ്ടന്മാരാണ്, രണ്ട് ഗ്രൂപ്പുകളും ദുഷ്ടന്മാരാണ്. ഇറ്റലി വന്ന ആൾക്കാരും ജർമ്മനി വന്ന ആൾക്കാരും. നാസിസം എന്ന് പറഞ്ഞാൽ ഐഡിയോളജിയാണ്, ഫാസിസം എന്ന് പറഞ്ഞാലും ഒരു ഐഡിയോളജിയാണ്. ഇനി എന്താണ് ഫാസിസം എന്ന് നമുക്കൊന്ന് നോക്കാം. ഹിയർ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാസിസം. ഫാസിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിഗോണിസം ടു ഡെമോക്രസി. അപ്പോൾ ഇവര് ഡെമോക്രസിക്ക്, ജനാധിപത്യത്തിനെതിരാണ്. അത് തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമല്ലേ. അപ്പോൾ ജനങ്ങളുടെ അഭിപ്രായത്തിന് അവിടെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഒന്നുമില്ല. അവര് പറയുന്നത് കേട്ടോണം. ഇപ്പൊ ഡെമോക്രസിക്ക് എതിരെയാണ്, സോഷ്യലിസത്തിനെതിരെയാണ്. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചു, ഈ തൊഴിലാളികൾക്ക് എന്തൊക്കെ വരുമാനമാണോ ഉള്ളത് അതെല്ലാം തൊഴിലാളികളുമായിട്ട് വീതിച്ചെടുക്കുക, തൊഴിലാളികളാണ് ലേബറിന്റെ അടിസ്ഥാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോ സോഷ്യലിസം പറ്റില്ല, സോഷ്യലിസത്തിന് എതിരെയാണ് ഇവര്. അപ്പോൾ ജനങ്ങളെ അടക്കി വാഴാനുള്ള എല്ലാ സൂത്രങ്ങളുമായിട്ടാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത്. ഗ്ലോറിഫൈങ് ദ നേഷൻ. അപ്പം സ്വന്തം രാജ്യത്തെ ഒരുപാട് പ്രകീർത്തിക്കാനായിട്ട്, അപ്പം നമ്മുടെ രാജ്യം ചെയ്യുന്ന എല്ലാം ശരിയാണ്, മറ്റു രാജ്യക്കാരാണ് തെറ്റുകാർ എന്നൊക്കെ പറഞ്ഞ് സ്വന്തം നേഷനെ വളരെയധികം പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റേസ്. അവരുടെ സ്വന്തം വംശത്തിന്റെ ആ ഒരു ഞങ്ങളാണ് എല്ലാവരെക്കാളും വളരെ നല്ലത്, അപ്പൊ അതിങ്ങനെ ആ ഒരു വംശ മഹിമ എന്ന് പറയും, അതിങ്ങനെ ഉയർത്തിപ്പിടിക്കാനായിട്ട് ശ്രമിച്ചു. അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റേസ്, ജസ്റ്റിഫൈങ് വോർ. യുദ്ധത്തെ ന്യായീകരിക്കാനായിട്ട് ഇവർക്കൊക്കെ യുദ്ധം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ യുദ്ധം ഉണ്ടാകുന്നത് വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുന്ന ആൾക്കാരാണ് ഇവർ. ഭയങ്കര അക്രമകാരികളുമാണ്, ഫാസിസ്റ്റുകളായാലും നാസിസ്റ്റുകളായാലും. അപ്പോൾ അവർ യുദ്ധത്തെ പ്രകീർത്തിക്കാനായിട്ട് തുടങ്ങി. യുദ്ധം വേണം, യുദ്ധം വളരെ നല്ലതാണ് എന്ന് പറയാനായിട്ട് തുടങ്ങി. ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണലിസം. അപ്പം എന്താണ് അഗ്രസീവ് നാഷണലിസം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതെന്താന്ന് ഒരു മിനിറ്റ് ആരോടെങ്കിലും ഒന്ന് ചോദിക്കാലോ, ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കാലോ. അമീഷയ്ക്ക് പറയാവോ എന്താ? പറഞ്ഞോ പറഞ്ഞോ നമുക്ക് അറിയാവുന്ന പറഞ്ഞത് ഒരു പ്രശ്നമില്ല. ഒന്നുകൂടി പറഞ്ഞായിരുന്നു പറയണ്ടേ. അഗ്രസീവ് നാഷണലിസം എന്ന് പറഞ്ഞൊരു ടീം നമ്മൾ പഠിക്കുന്നുണ്ട്, നേരത്തെ പഠിച്ചതാ. അതെന്താണെന്ന് പറഞ്ഞുതരുമോ? എനിക്കറിഞ്ഞൂടാ, എന്ന് പറഞ്ഞുതരുമോ? മോളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിലല്ല അത് വന്നേക്കുന്നത്. ആർക്ക് പറയാൻ പറ്റും? വേറെ ആരെങ്കിലും? ബിബിൻ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ? നമ്മൾ പഠിച്ചതാണത്, നാഷണലിസം. എല്ലാവരും ഇപ്പൊ ഇങ്ങനെ താളിങ്ങനെ മറച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങളൊക്കെ പഠിക്കുന്നുണ്ടെന്ന് അറിയണമല്ലോ. ബിബിൻ അറിയോ? ആർക്കെങ്കിലും അറിയാവുന്ന ഒരാൾ പറഞ്ഞു. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയടോ. ആരെങ്കിലും ഒരാൾ എന്തോ? എനിക്ക് ക്ലിയർ ആവുന്നില്ല എന്താ ബിബിൻ പറയുന്നതെന്ന്. ദേശീയതയാണോ എന്നാ ചോദിക്കുന്നത്. നമ്മള് ഒരു സെന്റൻസ് അവിടെ പഠിച്ചായിരുന്നു, അതെന്താന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലേ? ഞാൻ ആ പേജ് നമ്പർ പറയാം. അഗ്രസീവ് നാഷണലിസം എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 32 നമ്മൾ പഠിക്കുന്നുണ്ട്. കുറെ അധികം ആൾക്കാർ ഇപ്പൊ ലെഫ്റ്റ് ആയിട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. അറിയാവുന്ന പോലൊക്കെ പറഞ്ഞാൽ മതി, നിങ്ങൾ അത്ര ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഒന്ന് ഓർമ്മ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന. നിങ്ങൾ പഠിക്കുന്നുണ്ടോന്ന് അറിയണമല്ലോ, ചുമ്മാ ക്ലാസ് കേൾക്കുന്ന മാത്രമല്ല, കുറച്ചൊക്കെ പഠിക്കൊക്കെ വേണ്ടേ. അപ്പൊ ദേ അവിടെ കിടപ്പുണ്ട്. Aggressive nationalism, page number 32. Aggressive nationalism was one among them. The European nations used aggressive nationalism to invade other countries. പിന്നെ എന്താണ് അഗ്രസീവ് നാഷണലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ അഗ്രസീവ് നാഷണലിസ്റ്റിന്റെ കാര്യം പഠിക്കുന്നുണ്ട്. സ്വന്തം രാജ്യം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ നല്ലതാണെന്ന് പറയുന്നതിനെയാണ് അഗ്രസീവ് നാഷണലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോ ഇവർ ഉപയോഗിച്ച ഒരു തന്ത്രമാണ്. ഇപ്പൊ ജർമ്മനിയിൽ
ജർമ്മനിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അവർ പറയും നമ്മുടെ ജർമ്മനി ചെയ്യുന്ന എല്ലാം ശരിയാണ്, ബാക്കി രാജ്യങ്ങളെല്ലാം ചെയ്യുന്നത് തെറ്റാണ്. അപ്പൊ അങ്ങനെ ദേശീയതയെ അവർ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വിപിൻ പറഞ്ഞ കറക്റ്റാണ്. ആ ടീം തന്നെയാണ് അഗ്രസീവ് നാഷണലിസം എന്ന് വെച്ചാൽ തീവ്ര ദേശീയതയാണ്, വെറും ദേശീയതയല്ല, തീവ്ര ദേശീയത. അത് ജനങ്ങളിൽ ഇങ്ങനെ ഇൻകൾക്കേറ്റ് ചെയ്യുകയാണ്, നമ്മൾ ചെയ്യുന്ന എല്ലാം ശരിയാണ്, ബാക്കി എല്ലാവരും ചെയ്യുന്നത് തെറ്റാന്നുള്ള ആ ഒരു വിചാരത്തെയാണ് അഗ്രസീവ് നാഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫാസിസത്തിലും അവരത് ചെയ്യാനായിട്ട് തുടങ്ങി. ഡിഫൈൻ ദ പാസ്റ്റ്. അപ്പോ പാസ്റ്റിനെ, കഴിഞ്ഞ കാലത്തെ ഭൂതകാലം വളരെ നല്ലതാണ്, നമ്മൾ ചെയ്തതിലൊന്നും പ്രത്യേകിച്ച് തെറ്റില്ല, അങ്ങനെ അപ്പം പാസ്റ്റിനെയും പ്രകീർത്തിക്കാനായി തുടങ്ങി. ഇൻഡോക്ട്രിനേഷൻ ഓഫ് ഐഡിയോളജീസ് ത്രൂ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ നമ്മൾ ഈ എഡ്യൂക്കേഷൻ വഴിയായാലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കല, സാഹിത്യം, അതുവഴിയെല്ലാം സ്വന്തം ഐഡിയോളജീസ് ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് തുടങ്ങി. ഇൻഡോക്ട്രിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഐഡിയോളജീസ് ഒക്കെ ആർട്സ് വഴി, ലിറ്ററേച്ചർ വഴി അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വഴി ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് തുടങ്ങി. ഇതൊക്കെ നോക്കുമ്പോഴേ അവരുടെ ഒരു ഐഡിയോളജീസ് കാണാം. ഇപ്പം എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുമ്പോഴായാലും അല്ലെങ്കിൽ ലിറ്ററേച്ചർ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ആ സമയത്ത് കേട്ടോ, ലിറ്ററേച്ചർ സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോഴും പിന്നെ ഇവര് റേഡിയോയും അങ്ങനെ എല്ലാ മീഡിയയും കാര്യങ്ങളും എല്ലാം ഇവർ ഉപയോഗിക്കും. എന്തിനാ? ഈ ജനങ്ങളിലോട്ട് ഇവരുടെ ആദർശങ്ങൾ എത്തിക്കാൻ വേണ്ടിയാണ് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത്. സൈനിക മേധാവിത്യം. ഇവർക്ക് ഇഷ്ടം പോലെ സോൾജേഴ്സ് ഉണ്ട്. അപ്പൊ അതുവഴിയാണ് ആൾക്കാരെ എല്ലാം പറഞ്ഞ് സമ്മതിക്കുക, അടിച്ചമർത്തുകയും ചെയ്യുന്നത്. അപ്പൊ മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇവരുടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റും കൂടിയാണത്. ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ്. അപ്പൊ ഇവർക്കെതിരെ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം ഇവർ അടിച്ചമർത്തും, അല്ലെങ്കിൽ അവർക്കെതിരെ എല്ലാം നല്ല പണി കൊടുക്കും. അതൊക്കെയാണ് ഫാസിസത്തിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറഞ്ഞത്. അപ്പം ഡെമോക്രസിക്കെതിരെയാണ് ഇവര്, ഡെമോക്രസിക്കെതിരെയാണെന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, സോഷ്യലിസത്തിന് അവരെതിരെയാണ്. സ്വന്തം നേഷൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വളരെ നല്ലതാണെന്ന് പറയും. അതുപോലെ വംശമഹിമ, അഡോറിങ് ദ പ്യൂരിറ്റി ഓഫ് റേസ്. അവരുടെ ആൾക്കാർ ചെയ്യുന്നതൊക്കെ നല്ലതാണെന്നും അവരുടെ ആൾക്കാർ വളരെ നല്ലതാണെന്നും അവരുടെ റേസ് വളരെ നല്ലതാണെന്നും ഇങ്ങനെ പ്രകീർത്തിച്ചുകൊണ്ടേയിരിക്കും. യുദ്ധം വളരെ നല്ലതാണ് എന്ന് ജസ്റ്റിഫൈ ചെയ്യും. അഗ്രസീവ് നാഷണലിസം, തീവ്ര ദേശീയത ജനങ്ങളിലേക്ക് എത്തിക്കും. അതുപോലെ പാസ്റ്റിനെ ഗ്ലോറിഫൈ ചെയ്യും. ഇൻഡോക്ട്രിനേഷൻ, ഇപ്പം എന്താ, ലിറ്ററേച്ചർ വഴിയോ എഡ്യൂക്കേഷൻ വഴിയോ അല്ലെങ്കിൽ ആർട്സ് വഴിയൊക്കെ ഒരുപാടധികം ഐഡിയോളജീസ് ജനങ്ങളിലേക്ക് എത്തിക്കും. അതായത് ഇതിന്റെ എല്ലാ ഉദ്ദേശം തങ്ങൾ ചെയ്യുന്ന എല്ലാം വളരെ നല്ലതാണ്, ഫാസിസം വളരെ നല്ലതാണെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇവരുടെ ഒരു ഉദ്ദേശം. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇപ്പം ആർട്സ്, കലകളിലൂടെ ആയാലും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അപ്പൊ നമുക്ക് മനസ്സിലാവും എന്ത് നല്ലതാ ഫാസിസം, അങ്ങനെ തോന്നിക്കാൻ വേണ്ടി ഇവർ ആർട്സിലും ലിറ്ററേച്ചറിലും എഡ്യൂക്കേഷനിലും എല്ലാം ഈ ഒരു ഐഡിയോളജി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ട്, ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റൈവൽസ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ആർക്കെങ്കിലും ഇതിൽ സംശയമുണ്ടോ? ഇല്ല, ഓക്കെ. കുറെ അധികം ആൾക്കാർ ലെഫ്റ്റ് ആയി പോകുന്നുണ്ട്, ഒന്നെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ അല്ലെങ്കിൽ ക്ലാസ് ബോറിംഗ് ആയതുകൊണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാടാ, രാവിലെ പ്രശ്നമില്ല, അതെനിക്ക് മനസ്സിലാവും. ആൻഡ്രോസ് ഷിജു ഇടയ്ക്കൊന്ന് പോയി, ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്ത് എവിടെ നിന്ന് ലെഫ്റ്റ് ആയി പോയി, എന്ത് പറ്റി? ഇല്ലാത്തോ നെറ്റ്വർക്ക് ഇഷ്യൂ? ഞാൻ വെറുതെ ചോദിച്ചാടാ, ഞാൻ വെറുതെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. കാരണം നമുക്ക് ഈ ഓൺലൈൻ ക്ലാസ് ആകുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നത് ഒരു മനുഷ്യർക്ക് കാണാനായിട്ട് പറ്റില്ല. വേണമെങ്കിൽ നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നത് എനിക്കും കാണാൻ പറ്റില്ല. അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് തന്നെ പറയാം. കുത്തിയിരുന്ന് ഉറങ്ങും, ഒരു പ്രശ്നമില്ല. ക്യാമറ ഓഫ് ആക്കി അൺമ്യൂട്ട് ചെയ്തിരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ടിരുന്ന് ഉറങ്ങാം. ഇനിയും ഏറ്റവും വലിയ നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിന്റെ ചാർജ് തീരുമോ എന്നുള്ളൊരു ഇഷ്യൂ ഉള്ളൂ. അതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ എല്ലാവർക്കും ഒരു ഇത് അഡ്ജസ്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. കാരണം ഒരു ഇഷ്യൂ ഇല്ല, നമ്മളിവിടെ ചെയ്യുന്നത് അവർക്ക് കാണാനായിട്ട് പറ്റില്ല. പിന്നെ ക്യാമറ ഓൺ ആക്കാൻ പറയുമ്പോൾ എങ്ങാനും ഒന്ന് കണ്ടാലേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എല്ലാവരും ഒക്കെ ഒന്ന് വൃത്തിയായിട്ടൊക്കെ ഇരിക്കും, ഞാൻ പഠിക്കാൻ പോവുകയാണെന്നുള്ള രീതിയിലൊക്കെ ഇരിക്കും. ഇതിപ്പോ നിങ്ങളെ മാത്രമല്ല കേട്ടോ, എല്ലാവരുടെയും പ്രശ്നമാണ് ഈ ഓൺലൈൻ ക്ലാസ്. ഓക്കെ, മുസോളിനി ആൻഡ് ഫാസിസോ എന്ന് പറഞ്ഞ ടീമാണ്, പേജ് നമ്പർ 37. അപ്പോ അതിനകത്ത് ടീച്ചർ എന്തോ കേൾക്കാൻ പറഞ്ഞു. ഈ ഫാസിസവും നേസിസവും പറഞ്ഞില്ലേ, ഇതിന്റെ അകത്ത് എങ്ങനത്തെ ഉള്ള ആൾക്കാരെ ഉൾപ്പെടുന്നത്? ഏതെങ്കിലും രാജ്യക്കാരാണോ അതോ എങ്ങനെ ഏതൊരു രാജ്യത്ത് നിന്ന് വിട്ടുമാറുന്നവരാണോ ഇതിനകത്ത് ഉൾപ്പെടുന്നത്? ഈ ഫാസിസത്തിന്റെ അകത്ത് നാസിസത്തിന്റെ അകത്ത് ക്ലിയർ ആവുന്നില്ല, നീ പറയുന്നത് ക്ലിയർ ആവുന്നില്ല. ഈ ഫാസിസവും നാസിസവും ഇല്ലേ, അതിന്റെ അകത്ത് എങ്ങനത്തെ ആൾക്കാരാണ്? ഇപ്പം ജർമ്മനി എന്ന് പറയുമ്പോൾ അവിടെ ജർമ്മനി ആൾക്കാരുണ്ടല്ലോ, ജർമ്മനി രാജ്യക്കാര്. അപ്പൊ ഈ ഫാസിസ്റ്റിന്റെ എങ്ങനെയുള്ളവരാണ്? ഏതെങ്കിലും രാജ്യത്ത് നിന്ന് വിട്ടുമാറി നിന്നവരാണോ
ഇങ്ങനെ അതോ രാജ്യത്തിനെതിരായി നിൽക്കുന്ന ശത്രുക്കൾ അങ്ങനെ എന്തെങ്കിലും ആൾക്കാരാണോ ഇവിടെ? പറയാൻ ജർമ്മനി ഫാസിസ്റ്റ് ആയാലും നാസിസ്റ്റ് ആയാലും അവരവരുടെ രാജ്യത്തുള്ള ആൾക്കാർ തന്നെയാണ്, പുറത്തുനിന്ന് നിങ്ങൾ വന്നവരല്ല. ഇപ്പം ഇത് തോറ്റ ജർമ്മനിക്കാര് ഇടയിൽ എങ്ങനെ അല്ലെങ്കിൽ ആൾക്കാരോട് ഉള്ള ആൾക്കാരാണ് ഈ ഫാസിസ്റ്റ് ഐഡിയ. നാസിസം ആണ് ജർമ്മനിയില്. അപ്പം സ്വന്തം നാട്ടിൽ തന്നെയുള്ള ആൾക്കാരാണ്, ആ രാജ്യത്ത് തന്നെയുള്ള ആൾക്കാർ തന്നെയാണ് ഈ ഐഡിയോളജി ഉണ്ടാക്കുന്നതും അതിൽ ഏറ്റവും കഴിവുള്ള ഒരാൾ അധികാരത്തിൽ കയറുകയും ചെയ്യും. അവിടുത്തെ ഗവൺമെന്റ് ഒക്കെ പുറത്താവും. അപ്പം ഒരു ഡിക്റ്റേറ്റർഷിപ്പ്, സ്വേച്ഛാധിപത്യ ഭരണം, അതാണ് അവിടെ നടക്കുന്നത്. സ്വന്തം രാജ്യത്തുള്ള ആൾക്കാർ തന്നെയാണ്, പുറത്തുനിന്നുമല്ല. ഇപ്പൊ ജർമ്മനിയിലാണെങ്കിൽ ജർമ്മനിയിലെ ആൾക്കാർ തന്നെയാണ്, ഒരു കൂട്ടം ആൾക്കാരാണ് ഈ നാസിസം എന്ന് പറഞ്ഞ ഐഡിയോളജി ഉണ്ടാക്കിയത്. അതിനകത്തുനിന്ന് ഒരാൾ ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ ഒരാൾ സ്വേച്ഛാധിപതിയായിട്ട് മറ്റുള്ള എല്ലാ ആൾക്കാരെയും ഭരിക്കും. അതെന്താ അവിടെ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ നാസിസം പഠിക്കുമ്പോൾ പറയും. ഇതിപ്പോ ഫാസിസത്തിലായാലും അങ്ങനെ തന്നെ. മുസോളിനിയാണ് ഫാസിസം പ്രൊമോട്ട് ചെയ്തെങ്കിൽ ഈ ഒരു അതിന്റെ ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞ ആള് ബെനീറ്റോ മുസോളിനിയാണ്. അദ്ദേഹം പറയുന്നത് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. വോർ ഈസ് ടു മാൻ, വോർ മെറ്റേണിറ്റി ഈസ് ടു വിമൻ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫാസിസ്റ്റുകളൊക്കെ യുദ്ധം വളരെ വേണം, യുദ്ധം വളരെ ഇമ്പോർട്ടന്റ് ആണ്, യുദ്ധം ഇല്ലാതെ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു സെന്റൻസ് ഇതാണ്: സ്ത്രീകൾക്ക് മാതൃത്വം എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെയാണ് പുരുഷന്മാർക്ക് യുദ്ധം. അപ്പൊ തന്നെ ആലോചിച്ച് നോക്കൂ, അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ് അവര് വോറിന് കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് എങ്ങനെയാണോ മെറ്റേണിറ്റി, മാതൃത്വം എത്രമാത്രം അനിവാര്യമാണോ അതുപോലെ തന്നെയാണ് യുദ്ധം പുരുഷന്മാർക്കെന്നാണ് അദ്ദേഹം പറയുന്നത്. ദീസ് ആർ ദ വേർഡ്സ് ഓഫ് ബെനീറ്റോ മുസോളിനി, ഹൂ ലെഡ് ഫാസിസ്റ്റ് റെയിൻ ഇൻ ഇറ്റലി. ഇറ്റലിയിലെ ഫാസിസ്റ്റ് ഭരണം നടത്തിയ ആളാണ് മുസോളിനി എന്ന് പറയുന്നത്. ലെറ്റ്സ് ഡിസ്കസ് ദി സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ദ ഫാസിസ്റ്റ് പാർട്ടി കെയിം ഇൻ ടു പവർ ഇൻ ഇറ്റലി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഫാസിസ്റ്റ് പാർട്ടി, ഇപ്പം ബിബിൻ ചോദിച്ച പോലെ ആ രാജ്യത്തെ ആൾക്കാരൊക്കെ, ഇപ്പം ഇറ്റലിയിലെ ആൾക്കാർ എങ്ങനെയാണ് ഈ ഒരു ഫാസിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന്റെ കാരണമായത്. അപ്പൊ സ്വന്തം രാജ്യക്കാർ തന്നെയാണ്, ഇറ്റലിക്കാർ തന്നെയാണ് ഇത് രൂപീകരിച്ചത്. എന്തൊക്കെയാണ് അതിനുണ്ടായ കാരണങ്ങൾ എന്ന് നോക്കാം. ഇറ്റലി ഗോട്ട് നത്തിങ് ത്രൂ ദോ ഷീ വാസ് വിത്ത് വിക്ടേഴ്സ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. അപ്പോ നമ്മൾ ഈ ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ ഓൺഡോട്ടും പഠിച്ച സമയത്ത് പറഞ്ഞു, ട്രിപ്പിൾ അലയൻസിലുള്ള ആൾക്കാർ ആരൊക്കെയാ? ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ഈ 3 ആൾക്കാരായിരുന്നു ട്രിപ്പിൾ അലയൻസിൽ ഉണ്ടായിരുന്നത്. ട്രിപ്പിൾ ഓൺഡോട്ടിലുള്ള ആൾക്കാരായിരുന്നു ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. പക്ഷേ യുദ്ധം തുടങ്ങി കുറച്ചായപ്പോൾ ഈ ഇറ്റലി എന്തെയ്യുന്നറിയാവോ, ഈ ട്രിപ്പിൾ അലയൻസിന് പതുക്കെ ഇങ്ങി മാറി ട്രിപ്പിൾ ഓൺഡോട്ടിൽ പോയി. ട്രിപ്പിൾ ഓൺഡോട്ടിലുള്ള ആൾക്കാരൊക്കെ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഇവരാണ് ജയിച്ചത് യുദ്ധത്തില്. ബ്രിട്ടനും ഫ്രാൻസും അല്ലേ ജയിച്ചത്. ഇവരുടെ കൂടെ അങ്ങ് ചേരാനായിട്ട് തുടങ്ങി ആര്? ഇറ്റലി. അപ്പോൾ ട്രിപ്പിൾ അലയൻസിന് മാറി ട്രിപ്പിൾ ഓൺഡോട്ടിലോട്ട് ആര് പോയി? ഇറ്റലി പോയി. ഇറ്റലി പക്ഷേ അങ്ങനെ പോയെങ്കിൽ പോലും ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ഇറ്റലിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. ഇറ്റലി വലിയ കാലത്ത് ജയിച്ച ആൾക്കാരുടെ കൂടെ പോയതാണ്, പക്ഷെ പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടായില്ല. ഇറ്റലി ഗോട്ട് നത്തിങ് ദോ ഷീ വാസ് വിത്ത് ദ വിക്ടേഴ്സ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. അപ്പൊ 1-ാം ലോക മഹായുദ്ധത്തിൽ ജയിച്ച ആൾക്കാരുടെ കൂടെയാണ് ഇറ്റലി നിന്നിരുന്നതെങ്കിലും ഇറ്റലിക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളോ നേട്ടങ്ങളോ ഒന്നും ഉണ്ടായില്ല. Post-war destruction of industries, unemployment, increases in tax, inflation, etc. kept people away from the government. അപ്പോൾ യുദ്ധം കഴിഞ്ഞ് യുദ്ധാനന്തരം ഒരുപാട് ഇൻഡസ്ട്രീസ് ആയാലും അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ടായി, ടാക്സ് ജനങ്ങളിലേക്ക് ഇഷ്ടം പോലെ കൂടാനായിട്ട് തുടങ്ങി, ഇൻഫ്ലേഷൻ ഉണ്ടായി. ഇതൊക്കെ ഒരു അവരുടെ ഗവൺമെന്റിലുള്ള വിശ്വാസം, ജർമ്മനിയിൽ ഒരു ഗവൺമെന്റ് കാണുമല്ലോ, ആ ഗവൺമെന്റിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമാവാനായിട്ട് തുടങ്ങി. അപ്പം ആ നാട്ടിലുള്ള ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ആൾക്കാർക്കെതിരെ ഒരുപാട് ടാക്സ് ഇമ്പോസ് ചെയ്യാൻ, യൂറോപ്യൻ രാജ്യങ്ങളാണ്, അപ്പോൾ ഒരുപാട് ടാക്സ് ഇമ്പോസ് ചെയ്യാനും ഒക്കെ തുടങ്ങി. അപ്പോൾ ജർമ്മനി അല്ല, ഇറ്റലി. ജർമ്മനിയിൽ ഈ സെയിം അവസ്ഥയൊക്കെ തന്നെയാണ്, നിങ്ങളത് പഠിക്കാൻ മനസ്സിലാവും. അപ്പോൾ ഇറ്റലിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. ഇതൊക്കെ ആൾക്കാർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഇൻഡസ്ട്രിയലിസ്റ്റ് ഇൻ ഫിയർ ഓഫ് ഇറ്റലി മൂവിംഗ് ടു സോഷ്യലിസം വെയർ പ്രൊമോട്ടഡ് ടു സപ്പോർട്ട് ഫാസിസം. അപ്പോ ഈ മുതലാളിമാര് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇനി ഈ ആൾക്കാർ, രാജ്യക്കാർ മൊത്തം ഇനി സോഷ്യലിസത്തിന്റെ പുറകെ പോകും എന്ന് അവര് ഭയക്കാനായിട്ട് തുടങ്ങി. അതെന്താ അവര് ഭയക്കുന്നേ? ഈ സോഷ്യലിസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ, മുതലാളിമാർക്ക് അവരുടെ സമ്പത്ത് കുറെയെങ്കിലും നഷ്ടമായില്ലേ? കാരണം കൂടുതൽ തൊഴിലാളികൾക്കാണ് ഇമ്പോർട്ടൻസ് സോഷ്യലിസത്തിൽ കൊടുക്കുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയലിസം വിചാരിച്ചു, ഇനി ഇങ്ങനെ ഗവൺമെന്റ് ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ സോഷ്യലിസം വരുമോ എന്ന് വിചാരിച്ചിട്ട് അവര് എന്തിനെ സപ്പോർട്ട് ചെയ്യാനായി തുടങ്ങി? ഫാസിസ്റ്റ് ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ആര്? ഇൻഡസ്ട്രിയലിസ്റ്റ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഫാസിസ്റ്റ് പാർട്ടി ഇറ്റലി വരാനായിട്ട് കാരണമായത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റലിക്ക് ഈ 1-ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ, ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. ഇവൻ ദോ ഒരു ജയിച്ച ആൾക്കാരുടെ കൂടെയാണ് നിന്നിരുന്നെങ്കിൽ പോലും അവർക്ക് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള നേട്ടം ഉണ്ടായില്ല.
അതുപോലെ പോസ്റ്റ് വാർ ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, ഒരുപാട് ഇൻഡസ്ട്രീസ് ഫാക്ടറീസ് ഒക്കെ തകർന്നു, അൺഎംപ്ലോയ്മെന്റ് വന്നു, അവരുടെ രാജ്യത്ത് ടാക്സ് ഒരുപാട് കൂടാനായിട്ട് തുടങ്ങി, പണപ്പെരുപ്പ് ഉണ്ടായി. ഇതൊക്കെ അവർക്ക് അവരുടെ ഗവൺമെന്റിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പൊ അങ്ങനെ ആർക്കും വേണ്ടാതെ കിടന്നൊരു സമയത്താണ് അവിടെ അധികാരത്തിൽ വരുന്നത്, ഫാസിസ്റ്റ് പാർട്ടികൾ അധികാരത്തിൽ വരുന്നത്, അല്ലെങ്കിൽ ഫാസിസ്റ്റ് ഐഡിയോളജിക്ക് അവിടെ പ്രാധാന്യം കിട്ടുന്നത്. അതുപോലെ ഇൻഡസ്ട്രിയലിസ്റ്റ് ഈ ഒരു സോഷ്യലിസത്തെ ഭയന്ന്, സോഷ്യലിസം വേണ്ട, സോഷ്യലിസം വന്നു കഴിഞ്ഞാൽ തൊഴിലാളികൾക്കാണ് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നതെന്ന് വിചാരിച്ച് അവരും ആരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി? ഫാസിസ്റ്റ് ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റും വിക്ടോറിയസ് ഇറ്റലി, മെറ്റിയോട്ടി എന്നൊക്കെ പറഞ്ഞ 2 ബോക്സുകൾ കിടപ്പുണ്ട്. വിക്ടോറിയസ് ഇറ്റലി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. വെൻ ദ ഫസ്റ്റ് വേൾഡ് വാർ ബ്രോക്ക് ഔട്ട്, ഇറ്റലി വിത്ഡ്രോ ഫ്രം ദ ട്രിപ്പിൾ അലയൻസ് ആൻഡ് ജോയിൻ ദ ബ്രിട്ടീഷ് ഫ്രഞ്ച് അലയൻസ്. അപ്പൊ നമ്മൾ ആദ്യം കാണുന്ന ട്രിപ്പിൾ അലയൻസിലാണ് ഇറ്റലി. പക്ഷേ ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ പതുക്കെ അവിടെ നിന്ന് മാറി ബ്രിട്ടീഷിന്റെയും ഫ്രഞ്ചിന്റെയും കൂടെ നിൽക്കാനായിട്ട് തുടങ്ങി. ഹെൻസ് ബൈ ദ എൻഡ് ഓഫ് ദ വാർ ഇറ്റലി വാസ് വിത്ത് ദ വിക്ടേഴ്സ്. അങ്ങനെ യുദ്ധം അവസാനിച്ചപ്പോൾ ഇറ്റലി ആരുടെ കൂട്ടത്തിലായി? ജയിച്ചവരുടെ കൂട്ടത്തിലായി. പക്ഷെ എങ്കിൽ പോലും അവർക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായില്ല. അങ്ങനെ മുസോളിനി റിസോർട്ടഡ് ടു ഡിസ്പോട്ടിക് മെഷേഴ്സ് ഇൻ ദ പൊളിറ്റിക്കൽ ആൻഡ് ഇക്കണോമിക് ഫീൽഡ്സ് ഓഫ് ഇറ്റലി. അങ്ങനെ മുസോളിനി അധികാരത്തിൽ വന്നു. ഇക്കണോമിക് ആയാലും അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയത്തിലായാലും സമ്പത്തിലായാലും എല്ലാം അധികാരം ഉറപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നു? മുസോളിനി അധികാരത്തിൽ വന്നു. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയലൻസ് ആൻഡ് ഫെറോസിറ്റി വേർ ദ സ്ട്രാറ്റജീസ് ഓഫ് ഫാസിസ്റ്റ്. ഞങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൊല്ലും. അങ്ങനത്തെ ഒരു അത്രയും അക്രമാസക്തരായിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കര ശക്തരാണ് അവര്. അപ്പോൾ അവര് ആൾക്കാരെ അവരുടെ വഴിക്ക് കൊണ്ടുവരാനായിട്ട് അവർ വയലൻസ് ആണ് ഉപയോഗിച്ചിരുന്നത്. ആൾക്കാരെ അടിച്ചമർത്തും. അവർ പറയുന്ന കേട്ടില്ലെങ്കിൽ അതുപോലത്തെ നാശനഷ്ടങ്ങളാണ് അവരോട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. സോഷ്യലിസ്റ്റ് ആൻഡ് ലീഡേഴ്സ് ഓഫ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് വെയർ പ്രൊക്ലെയിംഡ് ആസ് എനിമീസ് ഓഫ് ദി നേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇവർ സോഷ്യലിസത്തിനെതിരെയാണ്. അപ്പം സോഷ്യലിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാര്, ഈ ട്രേഡ് യൂണിയൻ ഒക്കെ ഇല്ലേ, പെസൻസിന്റെ ഒക്കെ ഒരു കൂട്ടായ്മ, അതിന്റെയൊക്കെ ലീഡേഴ്സ്, അതുപോലെ ഇവരെയൊക്കെ ഇവര് എനിമികളായിട്ട് കാണാനായിട്ട് തുടങ്ങി. ഫാസിസ്റ്റ് ആൾക്കാരെ എനിമികളായിട്ട് കാണാനായിട്ട് തുടങ്ങി. അപ്പൊ ഇൻഡസ്ട്രിയലിസ്റ്റ് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണല്ലോ ഈ ഫാസിസ്റ്റ്. അപ്പൊ അവർക്ക് തൊഴിലാളികളെ ഇഷ്ടമാണോ? അല്ലെങ്കിൽ തൊഴിലാളികളുടെ ലീഡേഴ്സിനെ ഇഷ്ടമാണോ? സോഷ്യലിസ്റ്റ് ഇഷ്ടമാണോ? അപ്പോൾ അതൊന്നും അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ അടിച്ചമർത്താനായിട്ട് തുടങ്ങി? ഫാസിസ്റ്റുകൾ അടിച്ചമർത്താനായിട്ട് തുടങ്ങി. ദോസ് ഹു ഒപ്പോസ് ദ ഫാസിസ്റ്റ് പാർട്ടി വേർ എക്സിക്യൂട്ടഡ്. ആരെങ്കിലും ഫാസിസ്റ്റ് പാർട്ടിക്ക് എതിരെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഉറപ്പായിട്ട് തൂക്കിക്കൊല്ലും, എക്സിക്യൂട്ട് ചെയ്തിരിക്കും, എങ്ങനെയെങ്കിലും കൊന്നു കളഞ്ഞിരിക്കും. അത്രയും ക്രൂരതകളാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ദ എയിം ഓഫ് മുസോളിനി വാസ് ടു റീസ്റ്റോർ ഏൻഷ്യന്റ് റോമൻ എംപയർ. ഇപ്പൊ പുരാതന റോമ സാമ്രാജ്യം എന്ന് പറയും. നിങ്ങൾ 9ാം ക്ലാസ്സിൽ എങ്ങാനും ഹിസ്റ്ററി പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏൻഷ്യന്റ് റോമൻ എംപയറിനെ പറ്റി പഠിച്ചു കാണാതിരിക്കും. ഉണ്ട്, പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പഠിക്കാതെ അവരെന്തായാലും ഇക്കാര്യം ഇവിടെ പറയില്ല. ഓക്കേടാ. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം. അപ്പൊ ആ ഒരു രീതി എവിടേക്ക് കൊണ്ടുവരാനായിട്ട് മുസോളിനി ശ്രമിച്ചു? ഇറ്റലിയിലും അതുപോലത്തെ ഒരു എംപയർ, ഏൻഷ്യന്റ് റോമൻ എംപയർ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. As part of this, he adopted several symbols of ancient Roman administration. അപ്പോൾ എങ്ങനെയെങ്കിലും ഏൻഷ്യന്റ് റോമൻ ഭരണം ഇവിടെ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം പണ്ട് കാലത്ത് റോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന ആ ഒരു ഭരണരീതിയും എല്ലാം ഇവിടെ കൊണ്ടുവന്നു. മുസോളിനി ഇവിടെ കൊണ്ടുവന്നു. യൂസിങ് ഹിസ് മിലിറ്ററി ഫോഴ്സ് ദ ബ്ലാക്ക് ഷർട്ട്സ്. ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കണം. അദ്ദേഹത്തിന്റെ മിലിറ്ററി സൈനിക സഖ്യങ്ങളെയാണ് കറുത്ത കുപ്പായക്കാർ എന്ന് വിളിക്കുന്നത്, അഥവാ ബ്ലാക്ക് ഷർട്ട്സ് എന്ന് വിളിക്കുന്നത്. മുസോളിനി സപ്രസ്ഡ് ഒപ്പോണന്റ് ത്രൂ ഫാസിസ്റ്റ് പോളിസീസ്. അപ്പോൾ അവർക്കെതിരെ നിൽക്കുന്ന എല്ലാ ആൾക്കാരെയും ഫാസിസ്റ്റ് പോളിസീസ് വഴിയും ഈ ബ്ലാക്ക് ഷർട്ട്സ് എന്ന് പറഞ്ഞ ഈ മിലിറ്ററി ഫോഴ്സ് വഴിയും അദ്ദേഹം അടിച്ചമർത്തി. ഹിസ് അഗ്രസീവ് ഫോറിൻ പോളിസി ലെഡ് ഹിം ടു കോൺകർ നേഷൻസ് ലൈക്ക് എത്യോപ്യ, അൽബേനിയ എക്സെട്ര. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഫോറിൻ രാജ്യങ്ങളോടും മറ്റുള്ള രാജ്യങ്ങളോടും ഭയങ്കര ശത്രുതയാണ്. അപ്പോൾ അഗ്രസീവായിട്ടുള്ള തീക്ഷ്ണമായ കുറെ അധികം ഫോറിൻ പോളിസീസ് വഴി അദ്ദേഹം എത്യോപ്യ, അൽബേനിയ, എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളാണ്, ഇവരെ കീഴടക്കാനായിട്ട് ശ്രമിച്ചു. ഇവരെല്ലാം കീഴടക്കി. ഇറ്റലീസ് റൺ ഫോർ ഡിക്റ്റേറ്റർഷിപ്പ് പേവ് ദ വേ ഫോർ ഔട്ട് ബ്രേക്ക് ഓഫ് അനദർ വോർ. അപ്പോൾ അങ്ങനെ ഈ ഇറ്റലിയുടെ ഒരു സ്വേച്ഛാധിപത്യ ഭരണം, ആരെയും കൂസാതെ ഈ മുന്നോട്ട് പോകുന്ന ഈ ഒരു ഭരണം മറ്റൊരു 2ാം ലോക മഹായുദ്ധത്തിന് ഒരു കാരണമായി. അപ്പം 2ാം ലോക മഹായുദ്ധത്തിനുള്ള ഒരു കാരണമാണ് മുസോളിനിയുടെ ഫാസിസം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഫാസിസത്തിൽ വരുന്നത്. അപ്പം ഫാസിസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്. അവരെ എതിർക്കുന്നവരെ, എസ്പെഷ്യലി സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ, കർഷകരെ, അവരുടെ ലീഡേഴ്സിനെ എല്ലാം ഇവരെ കൊല്ലാനായിട്ട് തുടങ്ങി. അവർക്കെതിരെ നിൽക്കുന്ന ആരാണോ അവരെല്ലാം കൊല്ലാനായിട്ട് തുടങ്ങി. പിന്നെ ഏൻഷ്യന്റ് റോമൻ എംപയർ, ആ ഒരു
പുരാതന റോമ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന അഡ്മിനിസ്ട്രേഷൻ ഇതൊക്കെ തിരികെ കൊണ്ടുവരാനാണ് മുസോളിനി ശ്രമിച്ചിരുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ സൈനിക സഖ്യത്തെയാണ് ബ്ലാക്ക് ഷർട്ട്സ് എന്ന് പറയുന്നത്. അവരെ കൊണ്ട് തന്നെ അവർക്കെതിരെ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം അദ്ദേഹം കൊന്നൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇത് പക്ഷേ ഒരു രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായിട്ട് മാറി മുസോളിനിയുടെ ഫാസിസ്റ്റ് ഐഡിയോളജി. എന്തെങ്കിലും സംശയമുണ്ടോ ആർക്കെങ്കിലും? ടീച്ചർ എന്ത്? അതിന്റെ പോയിന്റ് ഒന്ന് പറഞ്ഞു തരാമോ? ഈ ഫാസിലിസ്റ്റ് പാർട്ടി കെയിം ടു പവർ ഇൻ ഇറ്റലി എന്നൊക്കെ പറഞ്ഞ് 3 പോയിന്റ് എടുത്തിട്ടില്ലേ? ഉണ്ട്, പറയാടാ. അതിനുള്ള ഫസ്റ്റ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഇറ്റലി നിങ്ങൾക്ക് പേജിൽ പുറകോട്ട് തിരിച്ചു പോയാൽ അറിയാം, ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ ഓണ്ടോട്ടും നമ്മൾ പഠിച്ചു. ട്രിപ്പിൾ അലയൻസിനകത്തുണ്ടായ രാജ്യങ്ങൾ ഏതൊക്കെയാ? അതിനകത്ത് എന്തായാലും ഇറ്റലി ഉണ്ട്. ട്രിപ്പിൾ അലയൻസിനകത്ത് ഇറ്റലി ഉണ്ട്. അപ്പോൾ ഇറ്റലി ആദ്യം ട്രിപ്പിൾ അലയൻസുകാരുടെ കൂട്ടത്തിൽ നിന്നിരുന്നതാണ്. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും, അങ്ങനെ 2 ഗ്രൂപ്പുകളായിരുന്നു. അപ്പോൾ ട്രിപ്പിൾ അലയൻസിന്റെ കൂടെയാണ് ഇറ്റലി ആദ്യം നിന്നിരുന്നത്. പക്ഷേ ഫസ്റ്റ് വേൾഡ് വാർ തുടങ്ങിയ സമയത്ത് ഈ ഇറ്റലി അവിടുന്ന് പതുക്കെ ഇങ്ങനെ മാറി മാറി ട്രിപ്പിൾ ഓണ്ടോട്ടിലോട്ട് അല്ലെങ്കിൽ ത്രികക്ഷി സൗഹാർദ്ദക്കാരോട് ചേർന്നു. ഇറ്റലിക്ക് മനസ്സിലായി ഈ ട്രിപ്പിൾ അലയൻസിന്റെ കൂടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, എങ്ങനെയായാലും യുദ്ധത്തിൽ ജയിക്കാൻ പോകുന്നത് ഇംഗ്ലണ്ട് ഫ്രാൻസും ആണ്, അപ്പൊ അവരുടെ കൂടെ നിൽക്കാന്ന് വിചാരിച്ചിട്ട് ഇറ്റലി ട്രിപ്പിൾ ഓണ്ടോട്ടുകാരുടെ കൂടെ ചേരാനായിട്ട് പോയി. അങ്ങനെ യുദ്ധം കഴിഞ്ഞപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും, അതായത് ട്രിപ്പിൾ ഓണ്ടോട്ടുകാർ വിജയിച്ചു. പക്ഷേ ഇറ്റലി അവരുടെ കൂടെ നിന്നെങ്കിൽ പോലും അവർക്ക് പ്രത്യേകിച്ച് ഇറ്റലിക്ക് ഒരു ബെനിഫിറ്റും കിട്ടിയില്ല. ഇറ്റലിക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് വിജയിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇറ്റലിക്ക് ഉണ്ടായില്ല. അപ്പോൾ ഇറ്റലി ഗോട്ട് നത്തിങ് ദോ ഷീ വാസ് വിത്ത് വിക്ടേഴ്സ് ഇൻ ദ ഫസ്റ്റ് വേൾഡ് വാർ. ഫസ്റ്റ് വേൾഡ് വാറിൽ വിജയിച്ച ആൾക്കാരുടെ കൂടെ നിന്നെങ്കിൽ പോലും ഇറ്റലിക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ വോറിന് ശേഷം ഇൻഡസ്ട്രീസും അൺഎംപ്ലോയ്മെന്റും ഒരുപാട് പ്രശ്നങ്ങൾ എവിടെ ഉണ്ടാകാൻ തുടങ്ങി, ഇറ്റലിയിൽ ഉണ്ടാകാനായിട്ട് തുടങ്ങി. ഇതൊക്കെ ജനങ്ങൾക്ക് അവരുടെ ഗവൺമെന്റ്, ഇപ്പൊ ഇറ്റലി ഒരു ഭരണം കാണുമല്ലോ, ഒരു ഗവൺമെന്റ് കാണും, ആ ഒരു ഗവൺമെന്റിലെ വിശ്വാസക്കുറവുണ്ടാക്കി ജനങ്ങൾ പതുക്കെ പതുക്കെ ആ ഗവൺമെന്റിൽ നിന്ന് മാറാനായിട്ട് തുടങ്ങി. അപ്പൊ ഇങ്ങനെ സ്വന്തം ഗവൺമെന്റ് വിശ്വാസം ഇല്ലാതാകുമ്പോൾ എന്താ ചെയ്യുന്ന, ആ നാട്ടിലെ ആൾക്കാരെല്ലാം അവിടെ കൂടി ചേർന്ന് ഒരു ഐഡിയോളജി ഫോം ചെയ്യും, അവിടെ ഒരു ഭരണാധികാരി വരും. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അവിടെ നാട്ടിലെ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയാലും എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് ഫാസിസ്റ്റ് ഐഡിയോളജി അവിടെ വരാനായിട്ട് തുടങ്ങി. അപ്പം ഇൻഡസ്ട്രിയലിസ്റ്റ് എന്താണ് ഫാസിസ്റ്റെ സപ്പോർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫാസിസം ഡെമോക്രസിക്കെതിരെയാണ്, സോഷ്യലിസത്തിനെതിരെയാണ്. ഇൻഡസ്ട്രിയലിസ്റ്റുകാർ അല്ലെങ്കിൽ മുതലാളിമാരുടെ ലക്ഷ്യം എന്തുവാ? തൊഴിലാളികൾക്ക് കൂടുതൽ കൂലിയൊന്നും കൊടുക്കാൻ വയ്യ, അവരെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കണം. അങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഫാസിസം തന്നെ വരണം. കാരണം സോഷ്യലിസ്റ്റ് ഐഡിയോളജി കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് തൊഴിലാളികൾക്കാണ്, ഇല്ലേ? തൊഴിലാളികളാണ് ലേബറിന്റെ അടിസ്ഥാനം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയലിസ്റ്റ് കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഫാസിസത്തെയാണ്, കാരണം അവർ സോഷ്യലിസ്റ്റിനെതിരായതുകൊണ്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് ഇറ്റലിയിൽ ഫാസിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത്. മനസ്സിലായോടാ? മനസ്സിലായി. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആയാലും പറഞ്ഞു. ഇപ്പൊ 9:16 ഓക്കെ. മെറ്റിയോറ്റി, ആ ഒരു ജസ്റ്റ് ഒരു അവരുടെ ക്രൂരത മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ബോക്സ് വായിച്ചാൽ മതി. മെറ്റിയോറ്റി എന്ന് പറയുന്ന ഒരു പഴയ ഒരു സോഷ്യൽ തിങ്കറാണ്, ഇറ്റലിയിലെ സോഷ്യൽ തിങ്കറാണ്. അപ്പൊ സോഷ്യലിസ്റ്റുകൾക്കെതിരെയാണ് എപ്പോഴും ഫാസിസ്റ്റ്, ഇല്ലേ? സോഷ്യലിസ്റ്റ് അവർക്ക് കണ്ണിറേ കണ്ടുകൂടാ. അപ്പോൾ മെറ്റിയോറ്റി എന്ന് പറഞ്ഞ ഒരു പഴയ സോഷ്യലിസ്റ്റ് തിങ്കറാണ്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങളെ ഈ ഒരു ഫാസിസ്റ്റുകളുടെ ഈ ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞപ്പോൾ അദ്ദേഹം ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് തുടങ്ങി. ഈ ഫാസിസ്റ്റ് പാർട്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല, ഭയങ്കര പ്രശ്നമാണെന്നൊക്കെ ഉള്ളത് ജനങ്ങളിലേക്ക് അദ്ദേഹം ബോധവൽക്കരിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ഇത് അവർ സഹിക്കുമോ? അപ്പോൾ ഒന്നാമത് അവരെ സോഷ്യലിസ്റ്റുകാർക്കെതിരെയാണ്. അദ്ദേഹം അവരെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല്, ഇദ്ദേഹം ഓപ്പൺ ആയിട്ട് മുസോളിനിക്കെതിരെയും ഫാസിസ്റ്റുകൾക്കെതിരെയും സംസാരിക്കാനായിട്ട് തുടങ്ങി. ഇവർ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് മെറ്റിയോറ്റി പറയാനായിട്ട് തുടങ്ങി. ദിസ് പ്രൊവോക്ക് ദ ഫാസിസ്റ്റ് വിച്ച് അൾട്ടിമേറ്റ്ലി ലെഡ് ടു ഹിസ് മർഡർ ഓൺ ദ സ്ട്രീറ്റ്. സ്ട്രീറ്റ് വെച്ച് തന്നെ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. അത്രയ്ക്കും ക്രൂരരായിരുന്നു ഇവർക്കെതിരെ സംസാരിക്കുന്ന എല്ലാ ആൾക്കാരെയും ഇവർ അടിച്ചമർത്തും. ഇദ്ദേഹത്തെക്കാളും വലിയ, ലോകം കൊണ്ട ഏറ്റവും വലിയ ക്രൂരനാണ് ഹിറ്റ്ലറെ കുറിച്ചാണ് നിങ്ങൾ അടുത്തത് പഠിക്കാൻ വരുന്നത്. അത്രയ്ക്ക് ക്രൂരനാണ് അദ്ദേഹത്തെ ഈ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പം ഫാസിസമാണ്. ഫാസിസം ഇവിടെ കഴിഞ്ഞു, ഇനി അടുത്ത ടീമാണ് നാസിസം. ഒക്കെ അപ്പൊ നിങ്ങൾ ഈ ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പ് ഉണ്ട്. അവിടെ ഈ ജ്യൂസിനെയൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ ഒരു അത് എങ്ങനെ പറഞ്ഞു തരേണ്ടത് എനിക്കറിയില്ല. ആ ബുക്ക് വായിക്കുന്നതിന് മനസ്സിലാവും. ആൾക്കാരുടെ തലയൊക്കെ അറക്കുന്നതും ശരീരഭാഗങ്ങളൊക്കെ പല ഇങ്ങനൊരു ഓക്കെ യെസ് ഓക്കെ ഓക്കെ ഒരു ഇതുണ്ട്, എന്താ പറയണ്ടേന്,
ഹിറ്റ്ലർ ആൻഡ് നാസിസം എന്ന് പറഞ്ഞൊരു സെക്ഷനും കൂടി ഉണ്ടല്ലോ. ഇപ്പൊ 9:18 നിങ്ങൾക്ക് ടി വി ഓൺ ചെയ്ത് വെച്ചേക്കുവാണോ? നിങ്ങൾക്ക് 9:30-ക്കല്ലേ ക്ലാസ്? എല്ലാവർക്കും 9:30-ക്കല്ലേ ക്ലാസ്? 9:30. ഓക്കെ. അപ്പോ ഇപ്പൊ 9:18 കുറച്ച് സമയം കൂടെ നമുക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് നിർത്താം. എന്തായാലും 9:30-ക്ക് മുമ്പ് നമുക്ക് നിർത്താം. നിങ്ങൾ ടി വി ഇടയ്ക്ക് ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കട്ടോ. എനിക്ക് ഇന്നലെ അനന്തു ആണ് എൻ്റെ അടുത്ത് പറഞ്ഞ് പുതിയ ടൈം ടേബിൾ ഒക്കെ വന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് 9:30 വരെ കറക്റ്റ് 9:30 കഴിയുമ്പോഴൊന്നും അങ്ങോട്ട് നീട്ടിക്കൊണ്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ. ഓക്കെ. അപ്പോ ഫാസിസത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. ഫാസിസം മുസോളിനിയെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് നാസിസത്തിലേക്ക് കടക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ജസ്റ്റ് ചാറ്റ് ബോക്സിലെങ്കിലും ഈ ഫാസിസം ഇല്ലേ, ഫാസിസം ഇത് ഇറ്റലിയിലാണല്ലോ വന്നത്. അതെ, പിന്നെ അല്ല, പിന്നെ ഇത് വേറെ രാജ്യങ്ങളിലൊന്നും ഈ ഫാസിസം പോലെ തന്നെ ജർമ്മനി വന്നതിന് വേറെ പേര് കൊടുത്താണ് ഈ നാസിസം എന്ന് പറയുന്നത്. രണ്ടും അങ്ങനെയും നമുക്ക് പറയാം. പക്ഷേ ഇറ്റലിയിൽ തുടങ്ങിയ സമയത്ത് ഈ ഫാസിസം വേറെ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ അതായത് പോയിട്ടില്ല. ഫാസിസം ഇപ്പം തൽക്കാലം ഇറ്റലി മാത്രമേ ഉള്ളൂ. ഫാസിസം ഇപ്പൊ ഇറ്റലി മാത്രമേ ഉള്ളൂ. അതേസമയം ജർമ്മനിയിൽ നാസിസവും വന്നു. രണ്ടും ഒരേ സമയത്താണ് വന്നിരിക്കുന്നത് കേട്ടോ. രണ്ടും ഒരേ സമയത്ത്. എന്താ പിന്നെ ബെനീറ്റോ മുസോളിനിയുടെ കാലത്ത് മാത്രം, ആ ഒരു സമയത്ത് മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ ഫാസിസം. അതൊക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് വരുമ്പോൾ പഠിക്കുക. എന്തൊക്കെയാണ് ഇനി അവിടെ സംഭവിച്ചത്. ഇത് നിങ്ങൾ സ്കൂളിൽ പഠിപ്പിച്ചില്ലേ? വിക്ടേഴ്സ് ചാനലിൽ പഠിപ്പിച്ചാണോ ഈ ചാപ്റ്റർ നിങ്ങളെ? പഠിപ്പിച്ചതാണ്. ഓക്കെ. ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഞാൻ മറന്നുപോയി. നിങ്ങൾക്ക് സെക്കൻഡ് ഒരു ടെക്സ്റ്റ് ഉണ്ടല്ലോ, അത് സ്കൂളിൽ പഠിപ്പിച്ചു തുടങ്ങിയോ? അതായത് വിക്ടേഴ്സ് ചാനൽ വഴി പഠിപ്പിച്ചു തുടങ്ങിയോ? ഇപ്പൊ ഹിസ്റ്ററിയുടെ 6ാം പാഠം എടുത്തോണ്ടിരിക്കുന്നത്, ഏറ്റവും അവസാനത്തെ പാഠം. അത് ശരി. ഓക്കെ. ഓക്കെ. അപ്പോ നോൺ കോപ്പറേഷൻ ഓക്കെ ഏട്ടാ, താങ്ക് യു. അപ്പോ നിങ്ങൾക്ക് ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? വിക്ടേഴ്സ് ചാനൽ വഴി പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എസ്പെഷ്യലി ഇംഗ്ലീഷ് മീഡിയം, മലയാളത്തിലായിരിക്കുമല്ലോ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ ഫോളോ ചെയ്യാൻ? ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, സാരമില്ല. അപ്പൊ അങ്ങനെയുള്ളവർ ഈ ക്ലാസ്സിലൊക്കെ എങ്ങനെ കയറുക? ഞാൻ എല്ലാം പറഞ്ഞിരുന്നെങ്കിലും എന്റെ മാക് കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം എല്ലാവർക്കും പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നവർക്കും അത്യാവശ്യം വൃത്തിയായിട്ടൊക്കെ പറഞ്ഞു തരാറുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാൻ പ്രശ്നമൊന്നുമില്ല. എസ്പെഷ്യലി ഹിസ്റ്ററിയുടെ കാര്യത്തിൽ. ബാക്കിയുള്ളതിൽ നിങ്ങൾ ഏത് ടീച്ചേഴ്സിനെ വിളിച്ചാലും അവരൊന്നും പറയില്ല കേട്ടോ. ടീച്ചേഴ്സ് ആരോടെങ്കിലും നിങ്ങൾ സംശയമുള്ളത് ചോദിക്കുക. അപ്പോൾ ഹിറ്റ്ലർ ആൻഡ് നാസിസം എന്ന് പറഞ്ഞ സെക്ഷനാണ്. ഇപ്പോൾ 9:21 ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ ഇതുവരെയുള്ള ഇന്ന് പഠിപ്പിച്ചാൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പം പറയാം. ബിബിൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇനി വരുന്നുണ്ട്. സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ പഠിക്കാൻ നമ്മൾ മനസ്സിലാവും. ഇറ്റലിയിലെ ഈ ഒരു ഫാസിസം എങ്ങോട്ടെങ്കിലും പോയോ? ഈ നാസിസം എന്ന് പറയുന്ന സംഭവം, ഹിറ്റ്ലർ കൊണ്ടുവന്ന നാസിസവും ഈ ഫാസിസം എന്ന് പറയുന്ന സംഭവമൊക്കെ സെയിം ആണോ എന്നൊക്കെയുള്ളത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഞാനത് പറഞ്ഞേക്കാം. ഇപ്പം തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. ഇറ്റലിയിൽ ഫാസിസം വന്നു. ജർമ്മനിയിൽ അതേ സമയത്ത് ജർമ്മനിയിലും നാസിസം വന്നു. രണ്ടിന്റെ ഐഡിയോളജീസ് ഏകദേശമൊക്കെ സെയിം ആണ്. ആൾക്കാരെ ദ്രോഹിക്കുക, ഡിക്റ്റേറ്റർഷിപ്പ് ആണ് ഇവിടുത്തെ പ്രധാന കാര്യം. ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സംശയമൊന്നും, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ പറയാൻ? സംശയമുണ്ടോ? ഇതുവരെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സംശയമുണ്ടോ? നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ കുറച്ച് ചാപ്റ്റേഴ്സ് കൂടെ കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ, SSLC ക്വസ്റ്റ്യൻ പേപ്പർ കുറെ എൻ്റെ കിട്ടി. അത്യാവശ്യം എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ഡിസ്കസ് ചെയ്യണം. കാരണം കുറച്ച് പേരുടെ പേപ്പർ നോക്കിയപ്പോൾ ഞാൻ മാർക്ക് ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. കുറെ അധികം ആൾക്കാരുടെ പേപ്പർ ഞാൻ വായിച്ചു നോക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല ആൻസർ എഴുതി വെക്കുന്നതെന്നൊരു പ്രശ്നം തോന്നുന്നു. ചിലപ്പം ഒന്നെങ്കിൽ പോയിന്റ്സ് ഒന്നും എഴുതത്തില്ല, അല്ലെങ്കിൽ വലിച്ചുവാരി എഴുതി വെക്കും. പിന്നെ ആവശ്യമില്ലാതെ ഓപ്ഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്ത് വെക്കുകയും ചെയ്യും. ഇതൊക്കെ സമയം കുറെ കളയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കുറേയധികം ഡിസ്കസ് ചെയ്ത് വെക്കത്തുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ കയറുക, ഫ്രണ്ട്സിനോടൊക്കെ പറയുക, ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഡിസ്കസ് ചെയ്യണം നമുക്ക്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഇത്രയും പഠിച്ച ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണം. ഒരു ചെറിയ കുഞ്ഞ് എക്സാം ഒക്കെ നടത്താം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഒക്കെ തന്നെയായിരിക്കും വരുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം.
നിങ്ങൾക്ക് 9:30 ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ കുറച്ച് നേരത്തെ ഉടനെ. താങ്ക് യു ടീച്ചർ. ഇത്രയും നേരത്തെ അല്ല. ഓക്കെ, താങ്ക് യു. ജെറിൻ ചേട്ടാ ക്ലോസ് ചെയ്യാം. ശരി, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ.